Now gold is not enough. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് പഠിക്കാനുള്ളത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലുള്ള റേഷ്യോ അനാലിസിസിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ വരുന്ന ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. നമ്മൾ ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് കാണാത്തവർ അതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ലിങ്ക്, അത് ചെക്ക് ചെയ്യാം. എല്ലാ റേഷ്യോ അനാലിസിസ് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ ഫസ്റ്റ് വൺ ആണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതെന്താണെന്ന് നോക്കാം. ദിസ് റേഷ്യോ ഷോസ് ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ മേലെയുള്ള റേറ്റ് ഓഫ് പ്രോഫിറ്റിൻ്റെ റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. It relates the profit available for the shareholders on their total investment. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ടോട്ടൽ അവിടെ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേലെ അവർക്ക് എത്രമാത്രം പ്രോഫിറ്റ് അവൈലബിൾ ആണ്, അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രോഫിറ്റ് ഓൺ നെറ്റ് വർത്ത് റേഷ്യോ. ഇതിനൊരു പേരും കൂടി പറയും, പ്രോഫിറ്റ് ഓൺ നെറ്റ് വർത്ത്. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് വർത്ത് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പ്രോഫിറ്റ് ഓൺ നെറ്റ് വർത്ത് റേഷ്യോ എന്ന് പറയും. അപ്പോൾ ഇക്വേഷൻ നോക്കാം. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലേ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റും ടാക്സ് എല്ലാം കൊടുത്ത് ബാക്കിയല്ലേ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എടുക്കുക, ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ നോർമലി എല്ലാത്തിലും കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യേണ്ടത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ഇൻ സർപ്ലസ്. എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആദ്യം എഴുതുന്നില്ലേ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതിൽ വരുന്ന രണ്ട് ഐറ്റം ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആണ്. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടും. അതിന് നെക്സ്റ്റ് റേഷ്യോ, രണ്ടാമത്തെ റേഷ്യോ നമുക്കിതിൽ പഠിക്കാനുള്ളത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഷെയർ ക്യാപിറ്റലിനകത്തല്ല ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഇക്വിറ്റിയും വരുന്നുണ്ട്, പ്രിഫറൻസും വരുന്നുണ്ട്. ഇവിടെ നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള റിട്ടേൺ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നേരത്തെ നമ്മൾ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ് കണ്ടുപിടിക്കുന്നത്. Owners are more interested with the ratio since it indicates the success of the company in generating earnings on their behalf. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്ന് വെച്ചാൽ അതിനകത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് ഇതറിയാനായിരിക്കും കുറച്ചുകൂടി താല്പര്യം അല്ലേ. ദ ഹയർ ദ റേഷ്യോ ദ ബെറ്റർ ദ ഓണേഴ്സ് ലൈക്ക് ഇറ്റ്. അപ്പോൾ റേഷ്യോ കൂടുന്നതിനനുസരിച്ച് അതിനർത്ഥം പ്രോഫിറ്റ് കൂടുതലാണ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഓണേഴ്സിന് അത് ഇഷ്ടപ്പെടും. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ESC എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ്. ഇപ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമ്മൾ നേരത്തെ എടുത്തത് അല്ലേ. ഇപ്പം ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മേലെ നോക്കുന്നെന്ന് പറയുമ്പം അതിന് മുന്നേ ആരുടെയും കൂടി പ്രോഫിറ്റ് മീൻസ് ആരുടെയും കൂടി ഡിവിഡൻഡ് കൊടുക്കണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡും കൂടി കൊടുത്തിരിക്കണം. അപ്പോൾ അതെല്ലാം മൈനസ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഇൻട്രസ്റ്റ്, ടാക്സ്, പ്രിഫറൻസ് ഡിവിഡൻഡ് മൂന്നും മൈനസ് ചെയ്തതിനുള്ള പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമുക്ക് വേണ്ട ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രം, ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു 100. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അതിൻ്റെ മൂന്നാമത്തെ റേഷ്യോ, നമ്മുടെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ വരുന്ന മൂന്നാമത്തെ റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അല്ലെങ്കിൽ ഈൽഡ് ഓൺ ക്യാപിറ്റൽ എന്നും കൂടി പറയും. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, മൂന്നാമത്തെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ താഴെ വരുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിരിക്കും അല്ലേ. ദിസ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഓർ ROI. ഇതിനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നും കൂടി പറയും. The primary objective of making investment in any business is to obtain satisfactory return on capital invested. നമ്മൾ ഒരു ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അർത്ഥം നമുക്ക് അവിടുന്ന് റിട്ടേൺ വേണം. വെറുതെ നമ്മൾ ആരും ചാരിറ്റിക്ക് വേണ്ടി ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യില്ല അല്ലേ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ദ ബിസിനസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഷോ ദ എഫിഷ്യൻസി ഓഫ് ദ ബിസിനസ് ആസ് എ ഹോൾ. ഇപ്പോൾ ബിസിനസ്സിൻ്റെ മൊത്തം എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ റേഷ്യോ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇക്വേഷൻ നോക്കുക. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്കറിയാലോ, റിട്ടേൺ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. പക്ഷേ അതിൽ വ്യത്യാസം നോക്കണം. റിട്ടേൺ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് ഡിവിഡൻഡ് വേണം ഇവിടെ എടുക്കാൻ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ എംപ്ലോയിഡിലാണ് എല്ലാ പേയ്മെൻറ്റും കൊടുക്കേണ്ടത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻട്രസ്റ്റും ടാക്സും ഡിവിഡൻറ്റും എല്ലാം കൊടുക്കുന്നതിന് മുന്നത്തെ നെറ്റ് പ്രോഫിറ്റ് എടുക്കണം. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഇനി ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് വേണം. അതിനകത്ത് പ്ലസ് നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് വെച്ചാൽ ലോങ് ടേം ബോറോയിങ്സും ലോങ് ടേം പ്രൊവിഷൻസും വെച്ചാൽ മൊത്തം അവിടെ ലോങ് ടേം ആയിട്ട് എത്ര ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഓണേഴ്സ് ആയിട്ടും ഔട്ട്സൈഡേഴ്സ് ആയിട്ടും എല്ലാം എത്ര ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ എന്തൊക്കെ വരും? നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും അല്ലേ. അത് കൂടാതെ വേറെ എന്തും കൂടി എവിടെ എടുക്കണം? നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ബോറോയിങ്സും ലോങ് ടേം പ്രൊവിഷൻസും ഒക്കെ ഇവിടെ എടുക്കണം. ഇതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് തിരിച്ചും ചെയ്യാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് നോൺ കറൻറ്റ് അസറ്റ് പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിലെ ടോട്ടൽ അസറ്റ്സ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ് ആണ് ശരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ നോൺ കറൻറ്റ് അസറ്റ്സ് പ്ലസ് കറൻറ്റ് അസറ്റ്സ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ കറൻറ്റ് അസറ്റ്സ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് വർക്കിംഗ് ക്യാപിറ്റലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിക്ക് നേരെ ചെയ്യാം ബാലൻസ് ഷീറ്റിൽ നിന്ന്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അസറ്റിൽ നിന്ന് കറൻറ്റ് ലയബിലിറ്റി മൈനസ് ചെയ്തിട്ടും ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാം. നമുക്ക് ഈ 3 റേഷ്യോയുടെയും കൂടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ 3 കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നോക്കാം. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് നോക്കാം. ആദ്യം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതിൽ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 18 lakhs-ഉം 4 lakhs-ഉം ആണ് അത് രണ്ടും. നെക്സ്റ്റ് വന്നിരിക്കുന്ന നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. നോൺ കറൻറ്റ് ലയബിലിറ്റീസിൽ ലോങ് ടേം ബോറോയിങ്സ് 12% ഡിബഞ്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് 2 lakhs ആണ്. നെക്സ്റ്റ് നമുക്ക് കറൻറ്റ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട് 10 lakhs. അപ്പോൾ ടോട്ടൽ നമ്മുടെ 34 lakhs ആയി. ലയബിലിറ്റി സൈഡ് നമുക്ക് അസറ്റ് സൈഡ് ചെക്ക് ചെയ്യാം. അപ്പോൾ അസറ്റ് സൈഡ് നോക്കാം. അസറ്റ് സൈഡിൽ ഒന്നാമത്തെ നോൺ കറൻറ്റ് അസറ്റ്സ് തന്നിട്ടുണ്ട്. നോൺ കറൻറ്റ് അസറ്റ്സിൽ ഫിക്സഡ് അസറ്റ്സ് ആണുള്ളത് 18 lakhs. ഇനി കറൻറ്റ് അസറ്റ്സ് തന്നിട്ടുണ്ട്. കറൻറ്റ് അസറ്റ്സിൽ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് അല്ലേ, അത് 8 lakhs തന്നിട്ടുണ്ട്. ട്രേഡ് റിസീവബിൾസ് അല്ലെങ്കിൽ ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട് 7 lakhs. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് തന്നിട്ടുണ്ട് 1 lakh. അപ്പോൾ ടോട്ടൽ നമ്മുടെ അസറ്റ് സൈഡ് 34 lakhs വന്നു. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് ശരിക്കും നോട്ട്സ് ടു അക്കൗണ്ട്സ് ആണ്. എനിക്ക് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ എഴുതിയാണ്. അപ്പോൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ ഡിവിഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 15 lakhs-ഉം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 3 lakhs-ഉം ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ അവിടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 18 lakhs ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ സ്പ്ലിറ്റപ്പ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 15 lakhs-ഉം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 3 lakhs-ഉം. അപ്പോൾ ഇത്രയുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാ ഇൻഫർമേഷനും തന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക ഇക്വേഷൻ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അത് നമുക്ക് ചെയ്യുന്നത് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്തെടുക്കണം എന്ന് ആലോചിക്കും. താഴെയുള്ള ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും. അപ്പോൾ അവരുടെ പേരുടെയും പേയ്മെൻറ്റ് ഒഴികെ ബാക്കി എല്ലാ പേയ്മെൻറ്റും കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റുമാണ് അവിടെ. ബാക്കി പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ കൊടുത്തതിന് ശേഷമുള്ള. അപ്പം റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. ഇനി നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തന്നിട്ടുണ്ട് അല്ലെ, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ 4 lakhs. അത് ശരിക്കും ഏത് പ്രോഫിറ്റ് ആണ്? നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിൻ്റെ ആൻസർ ആണ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ മൈനസ് ചെയ്തിട്ടല്ലേ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഡയറക്റ്റ് അത് എഴുതിയാൽ മതി. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഈക്വൽ ടു 4 lakhs. എന്ന് നമുക്ക് വേണ്ട ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്തായിരുന്നു? ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും കൂടി ആഡ് ചെയ്തിട്ട് 18 lakhs നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് 4 lakhs. അപ്പോൾ നമുക്ക് 22 lakhs ആയി. ഇനി നേരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈക്വൽ ടു 4 lakhs ഡിവൈഡഡ് ബൈ 22 lakhs ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 18.18% കിട്ടും.
ഇനി രണ്ടാമത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഈ റിട്ടേൺ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്തായിരിക്കണം? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലുള്ള ഒഴികെ ബാക്കിയെല്ലാം കൊടുത്തതിന് ശേഷം. അപ്പം ഇൻട്രസ്റ്റ് കൊടുക്കണം, അതേപോലെ ടാക്സ് കൊടുക്കണം, പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഡിവിഡൻഡ് അല്ലാതെ വേറെ ആയിരിക്കും ഡിവിഡൻഡ് കൊടുക്കുക? അവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അല്ലേ. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡും കൂടി മൈനസ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് വേണം ഇവിടെ എടുക്കാൻ. അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു 100. അതിന് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിൽ തന്നിരിക്കുന്ന എന്താണ്? ആഫ്റ്റർ ഇൻട്രസ്റ്റും ടാക്സും ആണ് നമുക്ക് തന്നിരിക്കുന്ന 4 lakhs അല്ല. ഇതിൽ നിന്ന് ഇനി എന്ത് മൈനസ് ചെയ്യണം? നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്യണം. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. 3 lakhs ആണ് അവരുടെ ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ 3 lakhsൻ്റെ 10% ആയിരിക്കില്ലേ അവരുടെ ഡിവിഡൻഡ്. അപ്പോൾ അതും കൂടി മൈനസ് ചെയ്യാം ഈ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിൽ നിന്ന്. അപ്പോൾ 4 lakhs മൈനസ് 3 lakhൻ്റെ 10% എന്ന് വെച്ചാൽ 30,000. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമുക്ക് 3,70,000 കിട്ടി. ഇനി ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? നമുക്ക് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ തന്നിട്ടുണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 15 lakhs ആണെന്ന്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 15 lakhs. അപ്പോൾ നേരെ ഇനി ഇക്വേഷൻ കണ്ടാൽ മതി. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈക്വൽ ടു 3,70,000 ഡിവൈഡഡ് ബൈ 15 lakhs ഇൻറ്റു 100. അപ്പോൾ എത്ര പെർസെൻറ്റേജ് വരും? 24.67% കിട്ടി. ഇപ്പോൾ മൂന്നാമത് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. അപ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലേ. റിട്ടേൺ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ട്, അതിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഉണ്ട്, അതേപോലെ ലോങ് ടേം ബോറോയിങ്സും ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം പേയ്മെൻറ്റിന് മുന്നത്തെ എന്ത് വേണം? നമുക്ക് പ്രോഫിറ്റ് വേണം കാണാൻ അല്ലേ. അപ്പോൾ നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് ഡിവിഡൻഡ് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഓൾറെഡി അവിടെ ഒരു നെറ്റ് പ്രോഫിറ്റ് 4 lakhs തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എന്ന് വെച്ചാൽ അതിൽ ഡിവിഡൻഡ് മൈനസ് ചെയ്യുന്നതിന് മുന്നത്തെയാണ് ഓൾറെഡി തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാം? ഇൻട്രസ്റ്റ് ആണ് അല്ലേ. നമുക്കിവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ് അല്ലേ വരുന്നത്. 12% ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ബോറോയിങ്സ് പറഞ്ഞാൽ. അപ്പോൾ ഇവരുടെ 3 പേരുടെയും പേയ്മെൻറ്റിന് മുന്നത്തെ നെറ്റ് പ്രോഫിറ്റ് വേണം കാണാൻ. അപ്പോൾ ഇതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നിലാണ് ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഏത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്? ലോങ് ടേം ബോറോയിങ്സ് ആയ ഡിബഞ്ചേഴ്സിൻ്റെ പേയ്മെൻറ്റ് ഓൾറെഡി നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ മൈനസ് ചെയ്ത് കാണും. അതുകൊണ്ട് അതെന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് പോയ സാധനം ആഡ് ബാക്ക് ചെയ്യുക. ഇപ്പോൾ ഡിബഞ്ചർ 12% ഡിബഞ്ചർ ആണ്. 2 lakh ആണ് അവരുടെ പേയ്മെൻറ്റ്. അപ്പോൾ 2 lakhൻ്റെ 12% ആണ് നമ്മളിവിടെ ആഡ് ബാക്ക് ചെയ്യേണ്ടത്. അത് ഓൾറെഡി നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഫിനാൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹെഡിനകത്ത് നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ മൈനസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡിബഞ്ചർ ഇൻട്രസ്റ്റും മൈനസ് ചെയ്ത് പോയി കാണും. അതുകൊണ്ട് അത് ആഡ് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം നോക്കാം ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, പിന്നെ ഈ ക്വസ്റ്റിൽ എന്താ വരുന്നത്? ലോങ് ടേം ബോറോയിങ്സ് ആയ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും പേയ്മെൻറ്റിന് മുന്നത്തത് വേണം എടുക്കാൻ. അങ്ങനെ ആലോചിക്കാൻ നിങ്ങൾ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് ഓൾറെഡി കൊടുത്തിട്ടില്ല. ആരുടെ കൊടുത്തു പോയിട്ടുള്ളത്? ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 4 lakhsൻ്റെ കൂടെ 2 lakhൻ്റെ 12% കൂടി ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4,24,000. ഇനി ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ക്യാപിറ്റലും റിസർവ്സും പിന്നെ എന്താ ഉള്ളത്? ലോങ് ടേം ബോറോയിങ്സ് ആണ്. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്യുക. ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 12% ഡിബഞ്ചേഴ്സ്. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 lakhs വന്നു. അപ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈക്വൽ ടു 4,24,000 ഡിവൈഡഡ് ബൈ 24 lakhs ഇൻറ്റു 100. അപ്പോൾ എത്ര പെർസെൻറ്റേജ് കിട്ടി? 17.67%. ഇപ്പോൾ നമ്മൾ 3 റേഷ്യോസ് പഠിച്ചു. 4ാമത്തെ റേഷ്യോ ആണ് ഏർണിംഗ് പെർ ഷെയർ അല്ലെങ്കിൽ EPS എന്ന് പറയും. This ratio helps in the assessment of profitability of a firm from the standpoint of equity shareholders. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്ത് നോക്കുമ്പം ആ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ് അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് മെഷർ ഓഫ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പെർ
ഷെയർ. അപ്പോൾ ഇത് മെഷർ ചെയ്യുന്ന എന്താണ്? പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പെർ ഷെയർ. ഒരു ഷെയറിൻ്റെ മേലെ എത്ര പ്രോഫിറ്റ് അവൈലബിൾ ആണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ബൈ ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്. അപ്പോൾ എത്ര പ്രോഫിറ്റ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. The profit available to equity shareholders are represented by profit equity shareholdersന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നത്തെ എല്ലാവരുടെയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇക്വേഷൻ എന്തായി? നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ്. അപ്പം നെക്സ്റ്റ് നമുക്ക് അതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. The earning per share helps in determining the market price of the equity share of the company. earning per ഷെയറിന്റെ ബേസിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമ്പനിയുടെ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമിൻ ആവുന്നത് വെച്ചാൽ അതിനനുസരിച്ചാണ് ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് നടത്തുന്നത്. എ കമ്പാരിസൺ ഓഫ് EPS ഓഫ് ദ കമ്പനി വിത്ത് അനദർ വിൽ also help in deciding whether the equity share capital is being efficiently used or not. നമുക്ക് ഒരേ തരത്തിലുള്ള രണ്ട് ഫേംസ്, അപ്പോൾ അവർ ഒരു കമ്പനിക്ക് EPS കൂടുതലും ഒരു കമ്പനിക്ക് EPS കുറവുമാണെങ്കിൽ അതിൻ്റെ അർത്ഥം രണ്ടുപേരും ഒരേ പരിപാടി തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ ഒരു സ്ഥലത്ത് എഫിഷ്യൻ്റ്ലി അവരുടെ ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്തില്ല എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. It also helps in estimating company's capacity to pay dividend on its equity shareholders. അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് EPS നോക്കിയിട്ടാണ് നമ്മൾ മിക്കവാറും നമ്മൾ നോർമലി ആൾക്കാർ എന്ത് ചെയ്യുക, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ EPS നോക്കുമ്പോൾ നമുക്ക് ഒരു ഷെയറിൻ്റെ മേലെ നമുക്ക് ഏകദേശം എത്ര ഡിവിഡൻഡ് റിസീവ് ചെയ്യാം, നമ്മളിപ്പോൾ ഒരു ഷെയർ വാങ്ങിച്ചാൽ ഇത്ര റിസീവ് ചെയ്യാമെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഈസിയാണ്. എന്നാലും നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇല്ലസ്ട്രേഷൻ 2 നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഡിവിഡൻഡിന് മുന്നത്തെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 20,000. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 1 lakh ആണ് ഷെയർ ക്യാപിറ്റൽ, 10,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ നമ്പർ ഓഫ് ഷെയർസും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ് തന്നിട്ടുണ്ട്? 50,000. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് EPS ആണ്. EPS എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇക്വേഷൻ ഏതാ? EPS ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ്. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ കൊടുക്കേണ്ട എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട്, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, ടാക്സ്, അതേപോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡും കൂടി കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റ് ഈ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ, പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് തൊട്ട് മുന്നത്തെ പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ടാക്സും ഇൻട്രസ്റ്റും ഒക്കെ മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ള, ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രിഫറൻസ് ഡിവിഡൻഡും കൂടി മൈനസ് ചെയ്താൽ മതി അല്ലേ. ബാക്കി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് 20,000, അതിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 10% ആണ് ഡിവിഡൻഡ്, 50,000ൻ്റെ മേലെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അവരുടെ ക്യാപിറ്റൽ 50,000 ആണ്. ഇപ്പോൾ 50,000ൻ്റെ 10% എന്ന് വെച്ചാൽ 5,000. ഇപ്പോൾ 20,000 എന്നാൽ 5,000 കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് എത്ര കിട്ടി? 15,000 കിട്ടി. ഇനി ഇക്വിറ്റി ഷെയർസിൻ്റെ നമ്പർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 10,000. ഇപ്പോൾ EPS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 15,000 ഡിവൈഡഡ് ബൈ 10,000. അപ്പോൾ എത്ര കിട്ടി? ₹1.50 പെർ ഷെയർ. അപ്പോൾ ഒരു ഷെയറിൻ്റെ മേലെ നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള എമൗണ്ട് എത്രയാണ്? 1.50 ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് പ്രൈസ് ഏർണിംഗ് റേഷ്യോ അല്ലെങ്കിൽ PE റേഷ്യോ എന്ന് പറയും ഇതിന്. ദ പ്രൈസ് ഏർണിംഗ് റേഷ്യോ എക്സ്പ്രസ്സസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ ആൻഡ് ഇറ്റ്സ് EPS. EPS നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. അതും മാർക്കറ്റ് ഷെയറും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. In other words, it indicates the number of times the EPS is covered by its market price. So നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈംസ് കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കവർ ആവും ഏർണിങ്സ് വെച്ചിട്ട് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The ratio is calculated as follows. PE ratio equal to market price per equity share. ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ EPS. Significance നോക്കാം. The price earning ratio helps the investor in deciding whether to buy or not to buy the
shares of a company at a particular market price. P market price ൽ ആ ഷെയർ പർച്ചേസ് ചെയ്യാൻ വേർത്ത് ആണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ 10 റുപ്പീസിൻ്റെ ഷെയർ വാങ്ങിച്ചാൽ എത്ര ടൈംസ് കൊണ്ട് എത്ര തവണ നമുക്ക് ഏർണിങ്സ് കിട്ടുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടും. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എസ് എ റൂൾ, ദ ഹയർ PE റേഷ്യോ ദ ബെറ്റർ ഇറ്റ് ഈസ് ഫോർ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പം ഈ ഹയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബെറ്റർ ആണെന്ന് നമുക്ക് പറയാം. അപ്പം ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ബുക്സ് ഓഫ് സുനിൽ എൻ്റർപ്രൈസസ്. അപ്പോൾ എന്തൊക്കെ ഡാറ്റ തന്നിരിക്കുന്നത്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട് 2,77,000. ഇക്വിറ്റി ഡിവിഡൻഡ് പെയ്ഡ് തന്നിട്ടുണ്ട് 20% ആണെന്ന്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ തന്നിട്ടുണ്ട് 50 പെർ ഷെയർ ആണ്. ഒരു ഷെയറിന് മേലെ മാർക്കറ്റ് പ്രൈസ് 50 ആണെന്ന് തന്നിട്ടുണ്ട്. ദ കമ്പനി ഷെയർ ക്യാപിറ്റൽ കൺസിസ്റ്റ് ഓഫ്, അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്തൊക്കെയുണ്ട്? 40,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹20 ഈച്ച്. അപ്പോൾ 40,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ഒരു ഷെയറിൻ്റെ വാല്യൂ 20 ആണ്. മാർക്കറ്റ് പ്രൈസ് 50 ആണെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ഷെയറിൻ്റെ ഫേസ് വാല്യൂ 20 ആണ്. 30,000 9% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഇനി പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, 30,000 ആണ് ഷെയറിൻ്റെ നമ്പർ. അതിന് മേലെ ഇൻട്രസ്റ്റ് എത്രയാണ്, ഡിവിഡൻഡ് എത്രയാണ്? 9% ആണ്. അതാണ് 9% പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ₹10 ഫേസ് വാല്യൂ 10 ആണ്. അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഏർണിംഗ് റേഷ്യോ അല്ലെങ്കിൽ PE റേഷ്യോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. PE റേഷ്യോ ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ ആണ് അല്ലേ. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 50 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് EPS കാണണം. EPSൻ്റെ ഇക്വേഷൻ ഇടാം. നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ്. നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റിൽ ചെയ്തില്ലേ EPS, ആ സെയിം തന്നെ ഇവിടെ ചെയ്യേണ്ടി വരും. അപ്പോൾ EPS കാൽക്കുലേറ്റ് ചെയ്യാൻ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ്. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് എന്ന് എന്തുകൂടി മൈനസ് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറ്റും കൂടി മൈനസ് ചെയ്യണം. അപ്പം നമുക്ക് 2,77,000 തന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇനി എന്ത് മൈനസ് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറ്റ് മൈനസ് ചെയ്യണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് എത്ര ഷെയർ ക്യാപിറ്റൽ തന്നിരിക്കുന്നത്? 30,000 ഷെയർസ് ഓഫ് 10 ഈച്ച്. അപ്പോൾ 3 lakh ആണ് ഷെയർ ക്യാപിറ്റൽ. 3 lakhൻ്റെ 9% നമ്മൾ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ 9% കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യാം? നമുക്ക് 2,77,000 നിന്ന് മൈനസ് ചെയ്യാം. അതിന് ശേഷം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 40,000 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 40,000. അപ്പോൾ നമുക്ക് 6.25 ആണ് കിട്ടുന്നത് EPS. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം? PE റേഷ്യോയിൽ അപ്ലൈ ചെയ്യാം. മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 6.25. അപ്പോൾ എത്ര ടൈംസ് കിട്ടി? 8 ടൈംസ് ആണ് നമ്മുടെ PE റേഷ്യോ. PE റേഷ്യോ ടൈംസിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ 8 ടൈംസ് കിട്ടി. എന്ന് വെച്ചാൽ 8 ടൈംസ് നമുക്ക് 50 റുപ്പീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു ഷെയറിൻ്റെ മേലെ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് 6.25 ആണെങ്കിൽ നമുക്ക് 8 ടൈംസ് ഏർണിങ്സ് കിട്ടുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കവർ ആവും. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് അല്ലറ ചില്ലറ റേഷ്യോസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് റേഷ്യോസ് പഠിച്ചു വെക്കാം. പ്രോബ്ലം ആയിട്ട് ചെയ്യണമെന്നില്ല. പ്രോബ്ലം ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതാണ് കൂടുതൽ അതിലേക്ക് അത് ചെയ്യാൻ നിൽക്കാത്തത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇക്വേഷൻ മാത്രം നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അത് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ആണ്. ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ, ദിസ് റേഷ്യോ ഇസ് യൂസ്ഫുൾ ഫോർ ദ ഇൻവെസ്റ്റർ ഹൂ ആർ ഇൻട്രസ്റ്റഡ് only in dividend income. Dividend income മാത്രം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ റേഷ്യോ. ദിസ് റേഷ്യോ ഇസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ഡിവിഡൻഡ് പെർ ഷെയർ വിത്ത് ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ഡിവിഡൻഡ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ മേലെ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇൻറ്റു 100. ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് വെച്ചാൽ ദിസ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് പേ ഔട്ട് റേഷ്യോ. ഇതിന് വെറും പേ ഔട്ട് റേഷ്യോ എന്നും കൂടി പറയും. ഇറ്റ് മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഏർണിങ്സ് ബിലോങ്ങിങ് ടു ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഡിവിഡൻഡ് ആക്ച്വലി പെയ്ഡ് ടു ദം. അപ്പോൾ അവരുടെ ഏർണിങ്സ് പെർ ഷെയറും
അതേപോലെ തന്നെ അവർക്ക് ആക്ച്വലി കിട്ടിയിരിക്കുന്ന ഡിവിഡൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. This ratio is computed by dividing total dividend paid to the shareholders by total profit belonging to them. അവർക്ക് ആക്ച്വലി എത്ര പ്രോഫിറ്റ് ആണ് ബിലോങ്ങിങ് ആയിട്ടുള്ളത്, പക്ഷെ അവർക്ക് ആക്ച്വൽ എത്രയാണ് ഡിവിഡൻഡ് റിസീവ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ അത് തമ്മിൽ നമുക്ക് റേഷ്യോ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇക്വേഷൻ നോക്കാം. ഡി പി റേഷ്യോ അല്ലെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈക്വൽ ഡിവിഡൻഡ് പേ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ആക്ച്വലി ഡിവിഡൻഡ് എത്രയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് ബിലോങ്ങിങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് ബിലോങ്ങിങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്തായിരുന്നു? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. അതെല്ലാം മൈനസ് ചെയ്താണ് നെറ്റ് പ്രോഫിറ്റ് ബിലോങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അത് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു വേയും കൂടി ചെയ്യാൻ പറ്റും. ഡിവിഡൻഡ് പെർ ഇക്വിറ്റി ഷെയർ, ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ മേലെയുള്ള ഇത് നമ്മളിപ്പം ടോട്ടൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഇക്വിറ്റി ഷെയർ വെച്ചിട്ടും ചെയ്യാം. ഒരു ഇക്വിറ്റി ഷെയർ വെച്ച് ചെയ്യുന്ന സമയത്ത് ഡിവിഡൻഡ് പെർ ഇക്വിറ്റി ഷെയർ, ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ മേലെയുള്ള ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ മേലെയുള്ള ഏർണിങ്സ് എന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ആണല്ലോ നമുക്കത് കിട്ടുന്നത്. നെറ്റ് പ്രോഫിറ്റ് ബിലോങ്ങിങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ് ഏർണിംഗ് പെർ ഷെയർ. ഒരു ഷെയറിൻ്റെ മേലെ വരുന്നത് അല്ലേ. അപ്പം നമ്മൾ ഒരു ഷെയറിൻ്റെ മേലെ ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റേഷ്യോ ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്ത റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ടോട്ടൽ അസെറ്റ്സ്. അപ്പോൾ പേര് കേട്ടാൽ നമുക്ക് ഇക്വേഷൻ അറിയാം. റിട്ടേൺ ഡിവൈഡ് ബൈ ടോട്ടൽ അസെറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ അസെറ്റ്സ് അല്ലേ. Profitability can be measured in terms of relationship between net profit and total assets. ഇത് net profit and total assets തമ്മിലുള്ള relationship ആണ്. This ratio is also known as return on gross capital employed. Gross capital employed ന്റെ മേലെയുള്ള ratio എന്നും കൂടി നമുക്ക് ഇതിന് പറയാം. It measures the profitability ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ടോട്ടൽ അവിടെ എത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രോഫിറ്റബിലിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിട്ടേൺ ഓൺ ടോട്ടൽ അസെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ അസെറ്റ്സ് ഇൻറ്റു 100. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആൻഡ് ഡിവിഡൻഡ്. അപ്പോൾ ഇതെല്ലാം പേയ്മെന്റിന് മുന്നേ ഉള്ള നെറ്റ് പ്രോഫിറ്റും ആണ് ഇവിടെ എടുക്കാൻ. എല്ലാം ടോട്ടൽ അസെറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിൻ്റെയും മൈനസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് എടുക്കുമ്പോഴും ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ആൻഡ് ഡിവിഡൻഡ് വേണം നമ്മൾ എടുക്കാൻ. And next capital turnover ratio. Capital turnover ratio is the relationship between revenue from operations and capital employed. Revenue from operation capital employed തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. This ratio is calculated to measure the efficiency or effectiveness with which the firm utilizes its capital. ഇപ്പോൾ ക്യാപിറ്റലിന് മേലെ എത്ര നമുക്ക് റവന്യൂ റിസീവ് ചെയ്യുന്നുണ്ട്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് അല്ലേ, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100. ഇപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിൽസ് ആണ്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്തായിരുന്നു, നമ്മുടെ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് പ്ലസ് ലോങ് ടേം ബോറോയിങ്സ് വരുന്നതാണ് അല്ലേ, അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റീസ് വരുന്നതാണ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷനും ക്യാപിറ്റൽ എംപ്ലോയ്ഡും തമ്മിലുള്ള റേഷ്യോ ആണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100. പിന്നെ നമ്മൾ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ് പഠിച്ചത്. അതിൽ ഒരു 9 റേഷ്യോസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇത് മൂന്ന് ഏകദേശം ഒരുപോലത്തെ റേഷ്യോ ആണ് അല്ലേ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? ഏർണിംഗ് പെർ ഷെയർ ആണ്. അതിനുശേഷം നമ്മൾ പ്രൈസ് ഏർണിംഗ് റേഷ്യോ അല്ലെങ്കിൽ PE റേഷ്യോ പഠിച്ചിട്ടുണ്ട്. അതിന് നെക്സ്റ്റ് 6th വൺ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, അതേപോലെ റിട്ടേൺ ഓൺ ടോട്ടൽ അസെറ്റ്സ്, ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇത്രയും റേഷ്യോസ് ആണ് നമ്മൾ പഠിച്ചത്. ഇപ്പം നിങ്ങൾ ഇപ്പം ആ നോട്ട്ബുക്കില്ലേ നമ്മൾ അന്ന് റേഷ്യോസ് എഴുതിയ, അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാം, അടുത്ത റേഷ്യോസും കൂടി എഴുതി വെക്കുക. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞിട്ട് ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എഴുതി വെക്കുക. അതിനുശേഷം ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എഴുതി വെക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തുണ്ടായിരിക്കണം. എക്സാമിന് പോകുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് തുറന്നു നോക്കാൻ പറ്റുന്ന രീതിയിൽ, കളയാനല്ല, നമ്മൾ സ്ഥലത്ത് ഒരു സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് എക്സാമിൻ്റെ പോകുന്ന സമയത്ത് ജസ്റ്റ് എല്ലാ റേഷ്യോസും ഒരുമിച്ച് ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.